അരളിപ്പൂ വില്ലനായിരിക്കുകയാണ് വീണ്ടും. എന്തായാലും അരളിപ്പൂ കഴിച്ചെന്ന സംശയത്തെ തുടർന്ന് ആശുപത്രിയിൽ നിരീക്ഷണത്തിലായിരുന്ന വിദ്യാർത്ഥികളുടെ ആരോഗ്യനില തൃപ്തികരം എന്ന റിപ്പോർട്ടാണ് വരുന്നത്. കടിയിരിപ്പ് ഗവൺമെൻറ് ഹൈസ്കൂളിലെ 2 9ാം ക്ലാസ് വിദ്യാർത്ഥികളാണ് ചികിത്സയിലുള്ളത്. രക്തസാമ്പിളുകൾ വിദഗ്ധ പരിശോധനയ്ക്ക് അയച്ചു. പരിശോധനാ ഫലം വന്ന ശേഷമാകും കുട്ടികളെ ഡിസ്ചാർജ് ചെയ്യുക. സുധീഷ് ഗോപാൽ ചേരുന്നുണ്ട്. സുധീഷ്, ആശ്വാസകരം തന്നെയാണ്, കുട്ടികളുടെ ആരോഗ്യനില തൃപ്തികരമാണ് എന്ന റിപ്പോർട്ടിലെ പുറത്തു വരുന്നത്. രജനി, അങ്ങനെ തന്നെയാണ്. ഇന്നലെ രാവിലെയാണ് സ്കൂളിലെത്തിയ 9ാം ക്ലാസ്സിലെ ഈ 2 വിദ്യാർത്ഥികൾക്ക് ഛർദിലും തലവേദനയും അനുഭവപ്പെട്ടത്. തുടർന്ന് സമീപത്തെ തന്നെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ എത്തിച്ച് ചികിത്സ നടത്തുമ്പോഴാണ് അവർ ഡോക്ടറോട് ഇങ്ങനെ വീട്ടിൽ നിന്നും സ്കൂളിലേക്ക് വരുന്ന വഴി അരളിപ്പൂ കഴിച്ചിരുന്നു എന്ന് പറഞ്ഞത്. തുടർന്നാണ് മെഡിക്കൽ കോളേജിലേക്ക്, കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്തെങ്കിലും ഇവരുടെ രക്ഷിതാക്കളെത്തി സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. അവിടെ 24 മണിക്കൂർ ഒബ്സർവേഷൻ ICUവിൽ വെച്ചിരുന്നു. അതിനിടയിൽ രക്തം അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുകയും ചെയ്തു. ആ പരിശോധനാ റിപ്പോർട്ടുകളുടെ ഫലം പൂർണ്ണമായും ലഭിച്ചിട്ടില്ല. എന്നാൽ ഇതുവരെയും ആരോഗ്യനില തൃപ്തികരമാണ്. മറ്റു അസ്വസ്ഥതകളൊന്നും തന്നെ കാണിക്കുന്നില്ല. ഈ അരളിപ്പൂവിൽ നിന്നുള്ള വിഷം സാധാരണ ഹൃദയത്തെയാണ് ബാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ കാർഡിയോളജി ഡോക്ടർമാരടക്കമുള്ളവർ നിരവധി തവണ എത്തി പരിശോധിച്ചതായും അവിടുത്തെ PRO വ്യക്തമാക്കുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും തന്നെ കണ്ടെത്താത്തതുകൊണ്ട് രക്തപരിശോധന ഫലം കൂടി ലഭിച്ചതിന് ശേഷം മറ്റ് വിഷാംശങ്ങളൊന്നും കണ്ടെത്തുന്നുമില്ലെങ്കിൽ ഇന്ന് തന്നെ കുട്ടികളെ ഡിസ്ചാർജ് ചെയ്യും എന്നതാണ് നമുക്ക് ആശുപത്രി അധികൃതരിൽ നിന്നും ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. നമുക്കറിയാം, നേരത്തെ ഹരിപ്പാട് പള്ളിപ്പാട് ഒരു പെൺകുട്ടി വിദേശത്തേക്ക് പോകുന്ന വഴിക്ക് ഫോണിൽ സംസാരിക്കുന്നതിനിടെ അരളിപ്പൂ കഴിച്ചതാണ് മരണകാരണം എന്നൊരു നിഗമനത്തിലേക്കൊക്കെ എത്തിയിരുന്നു. ആ രീതിയിൽ വലിയ രീതിയിലുള്ള ആശങ്ക ഇത് പല വീടുകളിലും അതോടൊപ്പം തന്നെ വഴിയരികിലുമൊക്കെ നിൽക്കുന്നു. അത് എടുത്ത് കഴിക്കുന്ന സംസാരത്തിനിടെ പോലും അറിയാതെ കഴിച്ചു പോകുന്ന ഒരു സാഹചര്യവും പലപ്പോഴും ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ അരളിപ്പൂവിനെ സംബന്ധിച്ചുള്ള ആശങ്കകൾ വീണ്ടും വർദ്ധിപ്പിക്കുന്നതാണ് ഇന്നലെ ഈ കുട്ടികളിൽ ഉണ്ടാക്കിയ ആരോഗ്യ പ്രശ്നം. രജനി, തീർച്ചയായിട്ടും സുധീഷ് പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ വീട്ടിലും അതുപോലെ തന്നെ വരമ്പുകളിലും വഴിയിലും ഒക്കെ തന്നെ കാണുന്ന ഒരു പൂവാണ് അരളിപ്പൂ എന്ന് പറയുന്നത്. അത് കഴിച്ച് ഒരു മരണം സംസ്ഥാനത്ത് ഉണ്ടായി എന്ന് പറയുന്നത് കൂടുതൽ ആശങ്ക വർദ്ധിപ്പിക്കുക തന്നെയാണ് ചെയ്യുന്നത്. അതിനെ തുടർന്ന് ഈ ദേവസ്വം ബോർഡൊക്കെ തന്നെ ഒരു മീറ്റിംഗൊക്കെ തന്നെ വിളിച്ചു ചേർത്തിട്ടുണ്ടായിരുന്നു. ഇത് പൂജയിൽ നിന്ന് ഒഴിവാക്കണം ഈ പൂവിനെയൊക്കെ തന്നെ. പക്ഷേ ഇനിയും ഇങ്ങനെ ഒരു സംശയം കൂടെ ഉയർന്നിട്ടുണ്ട്. 2 കുട്ടികളാണ് ഈ അരളിപ്പൂ കഴിച്ചെന്ന സംശയത്തെ തുടർന്ന് ആശുപത്രിയിൽ നിരീക്ഷണത്തിലാക്കിയത്. പക്ഷേ എന്നാലും ആശ്വാസകരമായ ഒരു വാർത്ത തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ കുട്ടികളുടെ ആരോഗ്യനില അല്ലെങ്കിൽ വിദ്യാർത്ഥികളുടെ ആരോഗ്യനില തൃപ്തികരം എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോഴും രക്തസാമ്പിളുകളൊക്കെ വിദഗ്ധ പരിശോധനയ്ക്കായിട്ട് അയച്ചിട്ടേ ഉള്ളൂ. അതിനുശേഷം മാത്രമേ കൃത്യമായിട്ടുള്ളൊരു വിവരം ലഭ്യമാകുള്ളൂ. എന്നാലും സൂക്ഷിക്കുക, അരളിപ്പൂവൊക്കെ തന്നെ കഴിക്കാതിരിക്കുക. അത് കാണുമ്പോഴൊക്കെ തന്നെ നമുക്കൊരു സന്തോഷമാണ്, നല്ല ഭംഗിയായിട്ടൊക്കെ നിൽക്കുന്നു. പക്ഷേ അതിലെത്രത്തോളം അപകടകരമാണ് അതിനുള്ളിൽ ഒളിച്ചിരിക്കുന്നതെന്നുള്ള കാര്യം കൂടെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. സുധീഷാണ് വിവരങ്ങൾ പങ്കുവച്ചത്.